ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ട്രിവാൻഡ്രത്ത് തൈക്കാടുള്ള PWD റെസ്റ്റ് ഹൗസിൽ പോയിട്ട് എത്ര ആൾക്കാർ ഊണ് കഴിച്ചിട്ടുണ്ട്? ഞാൻ ഇടയ്ക്ക് പോയി കഴിക്കാറുണ്ട് കേട്ടോ. നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള മീൽസ് നല്ല മിതമായ നിരക്കിൽ നല്ല നീറ്റായിട്ട് അവർ അവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് തൈക്കാടുള്ള PWD റെസ്റ്റ് ഹൗസിലെ മീൽസിന്റെ കാര്യങ്ങളാണ്. ഡൊമിനോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രത്ത് തൈക്കാടുള്ള പോലീസ് ട്രെയിനിങ് കോളേജിന്റെ വളരെ അടുത്തായിട്ടാണ് PWDയുടെ കീഴിലുള്ള റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒരു 3 കിലോമീറ്ററിനകത്ത് സഞ്ചരിച്ചു കഴിഞ്ഞാൽ PWDയുടെ കീഴിലുള്ള ഈ റെസ്റ്റ് ഹൗസിൽ എത്താൻ സാധിക്കും. ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ 80കളുടെ അവസാനത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. വളരെ വിശാലമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നുണ്ട്, വളരെ നീറ്റായിട്ടാണ്. നിറയെ മരങ്ങളും അതുപോലെ ഇങ്ങനെ പുല്ലും ഒക്കെ വെച്ച് പിടിപ്പിച്ച് സിറ്റിയുടെ നടുവിൽ ഇത്രയും വിശാലമായിട്ടുള്ള സ്ഥലമുള്ള ഒരു ബിൽഡിംഗ് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പഴയ ആ ഒരു ബിൽഡിംഗ് ആണെങ്കിലും അത് നല്ല നീറ്റായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ബിസിനസ് ആവശ്യമോ അതല്ല മറ്റെന്തെങ്കിലും ആവശ്യമായിട്ട് ട്രിവാൻഡ്രത്ത് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റെസ്റ്റ് ഹൗസിൽ നമുക്ക് താമസിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. നല്ല പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിലും ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇവരിത് നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ ആ ഒരു നീറ്റ്നെസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് ഇവിടെ റൂംസ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ റൂംസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയ്ക്കാണ് AC റൂംസ് ലഭിക്കുന്നത്. ഇവരുടെ പഴയ ബ്ലോക്ക് കൂടാതെ പിന്നെ ഇവർക്ക് പുതിയ ബ്ലോക്കും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ ഇവിടെ നമുക്ക് താമസിക്കാനായിട്ട് സാധിക്കും. ഈ റെസ്റ്റ് ഹൗസിന്റെ ഡൈനിങ് സ്പേസിലാണ് ഞാനിപ്പോൾ എത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സൺഡേ ഇവർക്ക് ഹോളിഡേ ആണ്. ബാക്കി ദിവസങ്ങളിലെല്ലാം രാവിലെ 7 മണി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ ലഞ്ച് ഉച്ചയ്ക്ക് 12:30 മണി മുതൽ ഏകദേശം 3:30 മണി വരെ ഇവിടെ കിട്ടുന്നതാണ്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവർക്കുള്ളത്. അതാത് ദിവസം ഇവിടെ സെർവ് ചെയ്യുന്ന ഊണിന്റെയും അതുപോലെ മറ്റ് സ്പെഷ്യൽ ഐറ്റംസിന്റെയും ഡീറ്റെയിൽസും അതിന്റെ റേറ്റ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇന്ന് സെർവ് ചെയ്യാനായിട്ട് വേണ്ടുന്ന നല്ല കുത്തരി ചോറ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അതിന്റെ കൂടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് കൊഞ്ച് ഫ്രൈ ഉണ്ട്. അത് കൂടാതെ പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ല വെള്ളച്ചൂര ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെത്തോലി പീരയാണ് ഈ കാണുന്നത്. അതുപോലെ കൂന്തൽ തോരനും അവൈലബിൾ ആണ്. പിന്നെ ഇത് കൊഴിജാളയാണ്, കൊഴിജാള ഫ്രൈ ഉണ്ട്. അതുപോലെ മീൻ കറിയുണ്ട്, അതും കൊഴിജാളയുടെ മീൻ കറിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ട്. അത് കൂടാതെ പിന്നെ ബീഫിന്റെ റോസ്റ്റും അവൈലബിൾ ആണ്. ചോറിന്റെ കൂടെ ഒഴിക്കാനായിട്ട് എല്ലാ ടേബിളിലും ഒരു സാമ്പാർ, അതുപോലെ മീനിന്റെ ഗ്രേവി, പിന്നെ പുളിശ്ശേരി ഉണ്ട്. അത് കൂടാതെ നല്ല മല്ലിയിലയൊക്കെ ഇട്ട രസവും പിന്നെ പച്ചമോരും വെച്ചിട്ടുണ്ട്. എല്ലാ ടേബിളിലും ഉണ്ട്. അപ്പൊ ഇവിടെ ഇലയിലാണ് ചോറ് വിളമ്പുന്നത്. നല്ല കുത്തരി ചോറ് വാഴ ഇലയിൽ ഇങ്ങനെ വിളമ്പി തരുന്നുണ്ട്. പിന്നെ അതിന്റെ മറ്റ് കറികളും കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു അച്ചാർ വെച്ചിട്ടുണ്ട്, മാങ്ങ അച്ചാറാണ്. അതുകൂടാതെ വള്ളിപ്പയറിന്റെ ഒരു മെഴുക്ക് വരട്ടി, പിന്നെ അവിയൽ, അത് കൂടാതെ തോരനും ഉണ്ട്. ഈ തൊടുകറികളിലെ ഇത്രയല്ല ക്വാണ്ടിറ്റി. നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും നമുക്ക് വിളമ്പി തരും. ഞാൻ ഏതാണെങ്കിലും ഇവരുടെ ആ ഒരു വെള്ളച്ചൂര ഫ്രൈ, അതുപോലെ കൊഞ്ച് ഫ്രൈ, പിന്നെ നെത്തോലി പീര, അതുപോലെ കണവത്തോരൻ, ഇത്രയും ഐറ്റംസ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ശിഖയ്ക്ക് നല്ല വിശപ്പായതുകൊണ്ട് തന്നെ ഇന്ന് ആദ്യം ശിഖയാണ് കഴിക്കുന്നത്. നോർമലി എനിക്ക് വീഡിയോ എടുത്തതിന് ശേഷമാണ് ശിഖ കഴിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇനി ഞാനും കൂടെ കഴിക്കാം. അപ്പൊ എനിക്ക് ആദ്യം എന്താണെങ്കിലും ഈ നല്ല തേങ്ങയൊക്കെ അരച്ച ഈ ഒരു മീൻ കറി ഇവിടെ ഇരിപ്പുണ്ട്. മീനിന്റെ ഗ്രേവിയാണ് കേട്ടോ, ഇതിനകത്ത് പീസൊന്നും ഇല്ല. പക്ഷെ പീസൊക്കെ ഇട്ട് ചെയ്തേക്കുന്ന കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന് കിട്ടാറുള്ളത്. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് തന്നെയാ കേട്ടോ, നല്ല ആ ഒരു എരിവും പുളിയും എല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു മീൻ കറി. ഇവരുടെ ഈ തൊടുകറികളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ ഒരു തനി നാടൻ ടേസ്റ്റ് ആണ്. അതായത് നമ്മൾ വീടുകളിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പോലെയുള്ള വെളിച്ചെണ്ണയിലൊക്കെ തന്നെയാണ് ഇവരിതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ എല്ലാം നല്ല ചൂടായിട്ടാണ്. ഞാൻ കുറച്ച് നേരത്തെയാണ് എത്തിയേക്കുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു വെള്ളച്ചൂര നമുക്കൊന്ന് കഴിക്കാം. വെള്ളച്ചൂര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ്. എനിക്കെന്നല്ല, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ
തിരുവനന്തപുരം സൈഡിലുള്ള ഒരുവിധം ആൾക്കാർക്കൊക്കെ ഈ ചൂര ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഓവർ മസാലയൊന്നുമില്ല, നല്ല രീതിയിൽ അത് മാരിനേറ്റ് ഒരുപാട് നേരം ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തേക്കുന്ന കാര്യം മസാലയൊക്കെ അതിനകത്ത് നല്ലപോലെ പിടിച്ചിരിപ്പുണ്ട്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. എനിക്ക് ഇവിടുത്തെ അവിയലുണ്ടല്ലോ, ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്തത്. അപ്പം എൻ്റെ ഫേവററ്റ് ഐറ്റമായ കൊഞ്ച് ഫ്രൈ ഒന്ന് കഴിച്ചു നോക്കാം. ഇതങ്ങ് ഡീപ്പ് ഫ്രൈ ഇവർ ചെയ്തിട്ടില്ല, പക്ഷേ അതിൻ്റെ ആ ഒരു കൊഞ്ചിൻ്റെ ആ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു ചെറിയ സ്വീറ്റ്നെസ്സും പിന്നെ അതിനകത്ത് നല്ല കുരുമുളകൊക്കെ ഇട്ടാണ് ഫ്രൈ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ചേർന്നാണ് വരുന്നത്. ഇവരുടെ ഈ മീനൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നല്ല ഫ്രഷ് ക്യാച്ചാണ്. അപ്പോൾ ഇവരുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഞാൻ ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും അത് തന്നെയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ അന്നെന്നുള്ള ആവശ്യങ്ങൾക്ക് അവർ അന്നന്ന് എടുക്കുന്നതാണ്, അല്ലാതെ ഫ്രീസറിൽ വെച്ച മീനല്ല ഇവർ യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഈ മീനൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. ചോറിൻ്റെ കൂടെ ഈ നെത്തോലി പീര കഴിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ നെത്തോലി വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചാളയുണ്ടല്ലോ അത് വെച്ചിട്ടും ഈ പീര ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പുളിയും എല്ലാം കൂടെ ചേർന്നിട്ട് കഴിക്കാൻ ഭയങ്കര രസം. അതെ, ഇതിനകത്ത് പുളിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദാണ് കിട്ടുന്നത്. ഇവിടെ സാമ്പാർ, പുളിശ്ശേരി, രസം, മോര് എല്ലാം ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഓരോന്നായിട്ട് ട്രൈ ഔട്ട് ചെയ്യുകയാണ്. എനിക്ക് ശരിക്കും ഇവിടുത്തെ ഊണിൻ്റെ ടേസ്റ്റ് നല്ല കറക്റ്റായിട്ട് അറിയാൻ കാര്യം ഞാൻ ഇടയ്ക്ക് ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഇറങ്ങി കഴിക്കാറുണ്ട്. പല ആൾക്കാർക്കും അറിയത്തില്ല ഇവിടെ ഈ ഒരു PWD റെസ്റ്റ് ഹൗസിൽ ഇങ്ങനെ ഉച്ചയ്ക്ക് മീൽസ് കിട്ടും. അല്ലെങ്കിൽ ചില ആൾക്കാർ ധരിച്ചു വെച്ചേക്കുന്നത് അത് PWDയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമായിട്ടുള്ള ആ ഒരു ക്യാൻറ്റീൻ ഫെസിലിറ്റിയാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ലഞ്ച് ടൈമിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നല്ല അടിപൊളി മീൽസ് നല്ല ആ ഒരു എക്കണോമി റേറ്റിൽ നമുക്ക് കഴിച്ചിട്ട് പോകാൻ സാധിക്കും. സാധാരണ റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കഴിച്ചോ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ബില്ലാണ് നമുക്ക് കിട്ടുക. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യണം നമ്മൾ എന്തൊക്കെയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്യാഷ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതാത് ദിവസത്തെ മെനുവും അതിൻ്റെ റേറ്റ്സും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ക്യാഷ് കൗണ്ടറിൽ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് എമൗണ്ട് കൊടുത്തതിന് ശേഷം ടോക്കൺ എടുത്തതിന് ശേഷമാണ് നമുക്കിവിടെ ഫുഡ് നമുക്ക് തരുന്നത്. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് സ്പെഷ്യൽ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ വെയിറ്റേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എടുത്ത് തരാറുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 11:45 മണിക്കാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നത്. അതുകൊണ്ടാണ് ഇവിടെ വലിയ റഷ് ഫീൽ ചെയ്യാതെ ഞങ്ങൾക്ക് കഴിക്കാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരു 12:30 മണിയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ അതിഭയങ്കരമായ റഷാണ്. ഒരുപാട് ഉദ്യോഗസ്ഥരും അല്ലാതെ ഇതുവഴി പോകുന്ന പല ആൾക്കാരും ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് പോകുന്നത് കാണാൻ സാധിക്കും. ഈ ഇലയിൽ ഇങ്ങനെ ചോറ് കഴിക്കുമ്പോൾ അവസാനം ബാക്കിയുള്ള കറികളും അച്ചാറും അതുപോലെ ഈ രസവും മോരും പുളിശ്ശേരിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. എനിക്ക് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സദ്യക്ക് പോയാലും ഞാൻ അവസാനം ഈ ഒരു രീതിയിൽ തന്നെയാണ് എൻ്റെ ആ ഒരു മീൽസ് ഫിനിഷ് ചെയ്യുന്നത്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും വളരെ നല്ല രീതിയിലുള്ള ഒരു മീൽസ്, നമുക്ക് ഹോംലി മീൽസ് എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ഈ തൈക്കാടുള്ള റെസ്റ്റ് ഹൗസിലെ മീൽസിന്റെ കാഴ്ചകൾ? ഇലയിലാണ് ഊണൊക്കെ വിളമ്പി തരുന്നത്. തൊടുകറികളും മറ്റ് ഒഴിക്കാനായിട്ടുള്ള കറികളും എല്ലാം അൺലിമിറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും അവർ വിളമ്പിത്തരും. പിന്നെ നല്ല സർവീസാണ് അവിടെ നമുക്ക് എല്ലാ പേരിൽ നിന്ന് കിട്ടുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, മിതമായിട്ടുള്ള റേറ്റ്. 80 രൂപയ്ക്ക് മീൽസും ബാക്കി സ്പെഷ്യൽ ഐറ്റംസിന്റെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ റേറ്റ്സ്, ആ രീതിയിലാണ് അവിടെ മീൽസ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തൈക്കാട് വഴി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ PWD റെസ്റ്റ് ഹൗസിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ ഉച്ചയ്ക്ക് ലഞ്ചും അവൈലബിൾ ആണ്. 12 മണി മുതൽ ഏകദേശം 3 മണി വരെ നമുക്ക് അവിടെ ലഞ്ച് ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് കൂടെ തരിക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുക്കുക. ഡൊമിനിയോ ദീപക്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് ഡൊമിനിയോ ദീപക്സ് എന്നൊരു പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.